സോ വെൽക്കം ബാക്ക് എവരി വൺ. നമ്മൾ ഇന്നിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് 1773 കൗണ്ട് ഐറ്റംസ് മാച്ചിങ് റൂൾ എന്ന് പറയുന്ന ഒരു ലീഡ് കോഡ് പ്രോബ്ലമാണ്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യു ആർ ഗീവൻ എ അറേ ഐറ്റംസ് വേർ ഈച്ച് ഐറ്റം ഓഫ് ഐ ഈസ് ഈക്വൽ ടു type of I and color of I and name of I, and describe the type, color and name of the ith item. You are also given a rule represented by two strings like it's actually rule key and rule value. So നമുക്ക് ഇത്ര ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് എക്സാമ്പിൾസ് കൂടെ നമുക്ക് അവർ തന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ഒരു ഐറ്റം എന്ന് പറയുന്ന അറേയിൽ അതിൻ്റെ ഉള്ളിൽ 3 അറേസ് ഉണ്ട്. ആ 3 അറേസിൽ some values are given there, and it's phone and blue and pixel and computer silver and Lenovo and phone gold and iPhone, and there is also given two rule key and rule value. It's rule key is color and rule value is silver. So നമുക്ക് ഓൾറെഡി ഇതിനകത്ത് ഒരു പറഞ്ഞിട്ടുണ്ട് ഈ ഐറ്റംസ് എന്തൊക്കെയാണ്. ടൈപ്പ് ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കളർ ആൻഡ് തേർഡ് വൺ ഈസ് നെയിം. So there is a hint over there, and also there is rule key and rule value. ഇത് തമ്മിൽ ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ആക്ച്വലി എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഇവർ തന്നിരിക്കുന്നത്, ഇപ്പോൾ ഇതിൽ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ തന്നിരിക്കുന്നത് റൂൾ കീ തന്നിരിക്കുന്നത് കളറും ആൻഡ് റൂൾ വാല്യൂ തന്നിരിക്കുന്നത് സിൽവറുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഔട്ട്പുട്ട് 1 ആണ് കിട്ടുന്നത്. അതങ്ങനെ ഔട്ട്പുട്ട് 1 കിട്ടുന്നത് അവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ദർ ഈസ് ഓൺലി one item matching the given rule, which is computer silver Lenovo. So ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് റൂൾ കീ എന്ന് പറയുന്നത് കളറും റൂൾ വാല്യൂ എന്ന് പറയുന്നത് സിൽവറും. അപ്പം ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് റോയിൽ വരുന്ന എല്ലാം നമുക്ക് കളറായിട്ടായിരിക്കും കിട്ടുക. ഫസ്റ്റ് റോയിൽ വരുന്നത് എന്താ പറയുക, ഫസ്റ്റ് റോയിൽ വരുന്നതെല്ലാം നമുക്ക് ടൈപ്പാണ് വരുന്നത്. ആൻഡ് തേർഡ് വാല്യൂ എന്ന് പറയുന്നത് നെയിം ആയിരിക്കും. സോ ഇവിടെ മാച്ച് ചെയ്യുന്ന കണ്ടൻസ് എന്ന് പറയുന്നത് റൂൾ കീ കളർ മാച്ച് ചെയ്യുന്നുണ്ട് ആൻഡ് റൂൾ വാല്യൂ സിൽവർ മാച്ച് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടി ഇതൊരു കളറാണ് വേണ്ടത്, സോ സിൽവറാണ് വേണ്ടത്. അപ്പോൾ കളർ എവിടെ ഇരിക്കുന്നത്, സെൻട്രൽ പൊസിഷനിൽ എപ്പോഴും കളറായിരിക്കും ഇരിക്കുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് റൂൾ നമുക്ക് തന്നിട്ടുള്ളത്, അല്ലെ സെക്കൻഡ് ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ളത്, ഇൻപുട്ട് തന്നിരിക്കുന്നത് ഫോൺ ബ്ലൂ സെയിം ലൈക്ക് ദാറ്റ് ആൻഡ് ടൈപ്പ് റൂൾ കീ ഈസ് ടൈപ്പ് ആണ് തന്നിരിക്കുന്നത്. അതേപോലെ റൂൾ വാല്യൂ ഫോണുമാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ റൂൾ കീ മാച്ച് ചെയ്യുന്ന 2 കണ്ടൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അതും ഫോണും മാച്ച് ചെയ്യുന്ന 2 കണ്ടൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഔട്ട്പുട്ട് നമുക്ക് 2 കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. there are only 2 items matching the given rule which are. so here is ഫോൺ ഉണ്ട്, അതേപോലെ തന്നെ ബ്ലൂ കളർ ബ്ലൂ ഉണ്ട്, പിക്സൽ ഉണ്ട്, ആൻഡ് ഫോൺ ആൻഡ് ഗോൾഡ് ആൻഡ് ഐഫോൺ. നോട്ട് ദാറ്റ് the item computer like silver, color is silver, and phone does not match. അത് മാച്ച് ആവുന്നില്ലെന്നാണ് അതിനകത്ത് പറയുന്നത്. സോ ഇവിടെ തന്നിരിക്കുന്ന റൂൾ കീസ് ടൈപ്പ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ റൂൾ വാല്യൂ ഫോണും തന്നിട്ടുണ്ട്. സോ ആ രണ്ടെണ്ണം മാച്ച് ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ അറിയാം, കമ്പ്യൂട്ടറാണ് തേർഡ് അറയിൽ തന്നിരിക്കുന്നത്. ഫസ്റ്റ് 2 അറയിൽ അത് ഫോണാണെന്ന് കിട്ടിയിരിക്കുന്നത്. സോ അത് ട്രൂ ആയി. അതേപോലെ തന്നെ ടൈപ്പും കിട്ടി, അതേപോലെ തന്നെ ഫോൺ എന്ന് പറയുന്നത് ട്രൂ കിട്ടി. സോ ഈ 2 അറയിൽ നമ്മൾ കിട്ടി. സോ നമുക്ക് ഇതിൻ്റെ ഒരു കോഡ് എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ടത് ഒരു കൗണ്ട് നമുക്ക് കിട്ടണം. ഈ ഔട്ട്പുട്ട് വാല്യൂസ് നമ്മൾ കൗണ്ടിനകത്തായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കൗണ്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്, അതിനെ നമുക്ക് ലെഫ്റ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് നമ്മൾ നോർമലി 0 ആണ് കിട്ടുന്നത്, 0 കൊടുത്തു. അതിനുശേഷം നമുക്ക് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഓരോ റൂൾ കീ ഉണ്ട്. ആ റൂൾ കീക്കെല്ലാം നമുക്ക് ഒരു ഇൻഡെക്സ് കൊടുക്കാം. അതായത് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് ഓരോ കീ അല്ലെങ്കിൽ ടൈപ്പ്, കളർ ആൻഡ് നെയിം, ഈ 3 എണ്ണത്തിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ അറയുടെ ഉള്ളിലുള്ള അറയിൽ നിന്ന് നമ്മൾ ഈ ഐറ്റം അല്ലെങ്കിൽ ഈ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് എന്ന് ഒരു വാല്യൂ കൊടുക്കും. ആ ഇൻഡെക്സ് വാല്യൂ നമ്മൾ ഒന്നും അസൈൻ ചെയ്യുന്നില്ല, കാരണം അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളത് കണ്ടെത്തുകയാണ് വേണ്ടത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കണ്ടെത്താനായിട്ട് നമ്മൾ അവിടെ ഒരു ഇഫ് കേസ് കൊടുക്കുന്നു. ഇഫ് കേസ് റൂൾ കീ നമുക്ക് ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് റൂൾ കീ. ആ റൂൾ കീ നമ്മൾ ചെക്ക് ചെയ്യുക, ഇസ് ഈക്വൽ ടു ടൈപ്പ്. അതുപോലെ തന്നെ
റൂൾ കീ ചെക്ക് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ ആ ഇൻഡെക്സ് നമ്മൾ ഓൾറെഡി ഇൻഡെക്സ് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനകത്തേക്ക് വാല്യൂ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ഇൻഡെക്സിലേക്ക് നമ്മൾ 0 കൊടുത്തു. ഫസ്റ്റ് എലമെൻറ്റ് നമുക്കറിയാം, ഫസ്റ്റ് എലമെൻറ്റ് എല്ലായ്പ്പോഴും വരുന്നത് ടൈപ്പ് ആയിരിക്കും. ഓരോ അറേ എടുത്ത് നോക്കിയാലും കാണാം ഇത് ഫോണാണ്, കമ്പ്യൂട്ടറാണ്, ഫോണാണ്, അപ്പോൾ ടൈപ്സ് ആണ് അവിടെ. സോ നമ്മൾ ആദ്യം ടൈപ്പ് കൊടുത്തു. അതിനുശേഷം വരേണ്ട കീ ഇപ്പോൾ നമുക്ക് എൽസി ഇട്ട് ചെക്ക് ചെയ്യാം. എൽസി ഇട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിൽ സെയിം റൂൾ കീ തന്നെ എടുക്കുന്നു. സീക്വൽ ടു രണ്ടാമത്തെ എന്താ വരിക? കളറാണ്. കാരണം സിൽവർ നമ്മൾ കണ്ടു, അതിൻ്റെ അടുത്ത് ഒരു ഗോൾഡ് കണ്ടു, അപ്പം കളറാണ് വരിക. അപ്പം നമ്മൾ ഇതിനകത്ത് കളർ ചെക്ക് ചെയ്യണം. കളർ ചെക്ക് ചെയ്തു. അത് ട്രൂ ആയി കഴിയുമ്പോൾ നമ്മൾ ഇൻഡെക്സിലേക്ക് 1 എന്ന് പറയുന്ന വാല്യൂ. ഈ 1ഉം 0 എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. 1ഉം 0 എല്ലാം വരുന്ന ആ ഒരു അറയുടെ പൊസിഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 1, 0 അത് നമ്മളിപ്പോൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ആ ഇൻഡെക്സിലേക്ക്. പിന്നീട് അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത എൽസിഫിൽ കണ്ടീഷൻ 3 ഉണ്ട്. അപ്പോൾ ആ 3 കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. അതും റൂൾ കീ വെച്ച് തന്നെ റൂൾ കീ ഈക്വൽ ടു മൂന്നാമത്തെ എന്താ വരിക? മൂന്നാമത്തെ നെയിം, ഐറ്റം നെയിം ആയിരിക്കും വരുന്നത്. ഐറ്റം നെയിം നമ്മൾ ഇൻഡെക്സ് 3ലേക്ക് എടുത്തു. 3ലേക്ക് എന്തിനാണ് എടുക്കുന്നത്? കാരണം സെക്കൻഡാണ്, ഇൻഡെക്സ് ആണ് തേർഡ് വരുന്നത്. സോ രണ്ടാമത്തെ അതിലേക്ക് നമ്മൾ അസൈൻ ചെയ്യും. അപ്പം നമുക്ക് ആ ഒരു ഈ ഏതൊക്കെയാണോ മാച്ച് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ റൂൾ കീ ഏതിനോടൊക്കെ മാച്ച് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ഇൻഡെക്സ് കിട്ടി. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അറയുടെ വാല്യൂ, അറയുടെ ഇൻഡെക്സ് നമുക്ക് കിട്ടി 0, 1, 2. സോ 3 വാല്യൂസ് വരുന്ന അറയാണ് നമുക്കുള്ളത്. പക്ഷേ ആ അറയ്ക്കകത്ത് തന്നെ നമുക്ക് 0, 1, 2 എന്ന് പറഞ്ഞായിരിക്കും അതിൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ആവുക. സോ നമുക്ക് അത്രയും വാല്യൂസ് ഇപ്പോൾ കിട്ടി. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ചെക്ക് ചെയ്യണം. ഈ വാല്യൂ തന്നെയാണോ ഇതിൽ വരുന്നത് ചെക്ക് ചെയ്യാൻ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ചെക്ക് ചെയ്യുന്നത്. സോ നമുക്കൊരു ഫോർ ലൂപ്പ് നമുക്ക് എഴുതാം. ലെറ്റ് i is equal to 0. സോ നമ്മൾ 0 എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഐറ്റംസിൻ്റെയാണ് ലെങ്ത് വേണ്ടത്. സോ ഐറ്റം കൊണ്ട് ലെങ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഫോർ ലൂപ്പായി. ഈ ഫോർ ലൂപ്പിൽ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കൊരു ഇഫ് കണ്ടീഷൻ വരും. ആ ഇഫ് കണ്ടീഷനകത്ത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ആ ഫസ്റ്റ് അറയിലെ വാല്യൂ പ്ലസ് നമുക്ക് ആ ഇൻഡെക്സുമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അറേ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ട്രവേഴ്സിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഐറ്റംസ് ഓഫ് ഐ കൊടുക്കാം. ഐ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടി 0th എലമെൻറ്റ് കിട്ടി. നെക്സ്റ്റ് വരുന്നതിനകത്ത് ആ 0th എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറേ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പിക്സൽ നമ്മൾ ഈ പിക്സലിനകത്ത് ഫസ്റ്റ് അറേ ഫോൺ ബ്ലൂ പിക്സൽ, ഈ പിക്സലിൻ്റെ ഈ അറയാണ് ഫസ്റ്റ് അറേ. സോ ഫസ്റ്റ് 0th അറേ കിട്ടി. 0th അറേയിൽ നമുക്ക് നോക്കേണ്ടത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? കാരണം ഇൻഡെക്സ് ഏതാണോ മാച്ച് ആകുന്നത് ആ മാച്ച് ആകുന്ന കണ്ടീഷനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ആ ഇൻഡെക്സ് കൊടുത്തു. ആ ഇൻഡെക്സ് നമുക്ക് ഇതിനോട് മാച്ച് ചെയ്യണം. നമുക്ക് ഈ റൂൾ വാല്യൂവിനോട് മാച്ച് ചെയ്യണം. റൂൾ വാല്യൂ വെച്ചത് മാച്ച് ചെയ്തു. ആ കണ്ടീഷൻ എപ്പോഴാണോ ട്രൂ ആകുന്നത് നമ്മൾ ആ ഒരു ബിഗ് കണ്ടീഷനകത്തേക്ക് കയറിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന കൗണ്ടിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. 0 ആണ് നമ്മൾ നോർമലി കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എപ്പോൾ കയറുന്നോ ആ കയറുന്ന ടൈമിൽ ഈ കൗണ്ട് എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് ആ വാല്യൂ ഇവിടെ അപ്ഡേറ്റ് ആയിരിക്കും. ഈ ഒരു ട്രവേഴ്സിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമുക്ക് ആ ഒരു അറേ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ അറയല്ല വാല്യൂ ആ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യണം. സോ റിട്ടേൺ ചെയ്യേണ്ടത് കൗണ്ട്. സോ നമുക്കെല്ലാം ആയി. നമുക്ക് ഇനിയിപ്പം ക്രോസ് ചെക്ക് ചെയ്യുക. എല്ലാം നമ്മൾ വാല്യൂസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും എപ്പോഴും നമ്മൾ നോക്കേണ്ടതാണ്. ഈ ലെറ്റ് ഐ എന്ന് കൊടുക്കുന്ന വാല്യൂസ് നമുക്ക് എപ്പോഴും മാറിപ്പോകും. സോ നമ്മൾ ചെക്ക് ചെയ്യുക. ഇഫ് കേസിൽ നമ്മൾ 0th എലമെൻറ്റ് എല്ലാം വന്ന് റൂൾ വാല്യൂ വെച്ച് ചെക്ക് ചെയ്യുന്നു, ഇൻഡെക്സ് വെച്ച് ചെക്ക് ചെയ്യുന്നു. സോ അത് ട്രൂ ആയാൽ മാത്രം കൗണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രവേഴ്സിങ് അല്ലെങ്കിൽ ആ ലൂപ്പ് മുന്നോട്ടേക്ക് പോകുന്നു. സോ അവസാനം കൗണ്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ കൗണ്ടും റിട്ടേൺ ചെയ്തു. സോ നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ നമുക്ക് ആ രണ്ട് ടെസ്റ്റ് കേസസ് ഉണ്ട്. ആ 2 ടെസ്റ്റ് കേസസും പാസ്സായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ റൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഫുള്ള് ഓക്കെ ആണോ, കോഡ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റില്ല. ഈ 2 ടെസ്റ്റ് കേസ് മാത്രമാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. സോ നമുക്കതൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്യുമ്പോഴായിരിക്കും കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടുക.
അത് സക്സസ് ആണ്. അത് സക്സസ് ആണ്, നമുക്കത് ഓക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം തൊട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കൗണ്ട് 0 എടുത്തിട്ടുണ്ട്. കൗണ്ട് 0 എടുക്കുമ്പോൾ നോർമലി നമ്മൾ ആ വാല്യൂ അതിനേക്ക് അസൈൻ ചെയ്യും. അതിന് താഴെ നമ്മൾ ഇൻഡെക്സ് കൊടുക്കുന്നുണ്ട്. ഇൻഡെക്സിൽ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു അറേ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തെ അറേ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ എന്നാൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് കാണാം. ആദ്യത്തെ ജസ്റ്റ് നമുക്കിതൊരു എക്സാമ്പിളിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ അറേ എടുത്തു. ആദ്യത്തെ അറയിൽ തന്നെ നമ്മൾ അതിന് മുന്നേ തന്നെ ഇൻഡെക്സ് വെച്ചു. അതിന് ശേഷം നമ്മൾ ഇഫ് എൽസ് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്യുമ്പോൾ റൂൾ കീയിലേക്ക് നമ്മൾ ടൈപ്പ് കൊടുക്കുന്നു. ടൈപ്പിലേക്ക് ആ ടൈപ്പ് മാച്ച് ആയെങ്കിൽ അതിലേക്ക് 0. അതേപോലെ എൽസിഫിൽ നമ്മൾ റൂൾ കീ കൊടുക്കുന്നത് ആ സെയിം റൂൾ കീ തന്നെ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ അസൈൻ ചെയ്യും. അതായത് ഓരോന്നും എന്താണോ 0ത്തിൽ വരേണ്ട 0th പൊസിഷനിൽ എന്താണോ കിട്ടേണ്ടത് ടൈപ്പാണ് കിട്ടേണ്ടത്. ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് കിട്ടേണ്ടത് കളറാണ് കിട്ടേണ്ടത്. സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് കിട്ടേണ്ടത് നെയിമാണ് കിട്ടേണ്ടത്. അത് എല്ലാം നമുക്ക് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. അതായത് ആ ഇൻഡെക്സിലേക്ക് വാല്യൂ എടുത്തു. അപ്പോൾ നമുക്ക് ആദ്യത്തെ വെച്ച് ചെക്ക് ചെയ്യാം. ആദ്യത്തെ വെച്ച് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം വന്നിരിക്കുന്ന റൂൾ കീ എന്ന് പറയുന്നത് കളറാണ്. അപ്പം നമ്മളിവിടെ വന്ന് റൂൾ കീ ഈസ് ഈക്വൽ ടു കളർ, ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിനകത്ത് ട്രൂ ആകുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയി ഈ ഇൻഡെക്സിലേക്ക് നമ്മളൊന്ന് എടുത്ത് വെച്ചു. സോ ഇപ്പോൾ എത്ര ഇൻഡെക്സിൻ്റെ വാല്യൂ 1. സോ ഇൻഡെക്സ് വാല്യൂ 1ന് ശേഷം നമുക്ക് വാല്യൂ കിട്ടി, ഓൾറെഡി നമ്മൾക്ക് കിട്ടി. ബാക്കിയൊന്നും നമ്മൾ ചെക്ക് ചെയ്യണ്ട. ഇൻഡെക്സ് വാല്യൂ 1 കിട്ടി. അതിനുശേഷം നമ്മൾ വേറെ ഒന്നും ചെക്ക് ചെയ്യാതെ നേരെ ഇങ്ങോട്ട് വരുന്നു. അതായത് ഈ ഫോർ ലൂപ്പിനുള്ളിലേക്ക് കയറുന്നു. ഫോർ ലൂപ്പ് നോക്കുന്നു. അതിൽ ലെറ്റ് i ഈസ് ഈക്വൽ ടു 0, i ലെസ് ദാൻ ഐറ്റംസ് ഡോട്ട് ലെങ്ത് ആൻഡ് i പ്ലസ് പ്ലസ്. സോ അത് ട്രൂ ആയിരിക്കുന്നു. ട്രൂ ആയതിനു ശേഷം ഇതിനകത്തേക്ക് കയറുന്നു. ഇതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇഫ് കേസ് കൊടുത്തിരിക്കുന്നു. ആ ഇഫ് കേസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ, ഐറ്റംസ് ഓഫ് ഐ എന്ന് പറയുന്നത് 0th പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റിലത്തെ ഒരു അറയാണ് 0th പൊസിഷൻ. ആ 0th പൊസിഷനിലെ അറയിലെ ഉള്ളിലത്തെ പൊസിഷൻസ് നമ്മൾ പിന്നെ മാർക്ക് ചെയ്യുന്നു. ഈ രണ്ടാമത്തെ അറ വരുന്നത് ഉള്ളിലത്തെ പൊസിഷൻസിന് വേണ്ട. സോ ഉള്ളിലത്തെ പൊസിഷൻസ് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, ഇൻഡെക്സ് ഇപ്പോൾ ഏതായതിനകത്തുള്ള 1. ആ ഫസ്റ്റ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ട്രൂ കേസ് ആണെങ്കിൽ ഈ ട്രൂ ആയ വാല്യൂ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കാരണം ഈ വന്നിരിക്കുന്നതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വാല്യൂ, അതായത് ഐറ്റംസ് ഓഫ് 0th അറയിലെ ഇൻഡെക്സ് എന്ന് പറയുന്ന 1. ആ 1 വാല്യൂ എന്ന് പറയുന്നത് ഏതാ, ബ്ലൂ ഈസ് ഈക്വൽ ടു റൂൾ വാല്യൂ എന്താ നമുക്ക് തന്നിരിക്കുന്നത്, സിൽവർ ആണ് തന്നിരിക്കുന്നത്. സോ അത് ഫെയിൽഡ് ആവുകയാണ്, അല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഈ ഒരു ഇക്വൽസി അത് ചെക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറാതെ വെളിയിലേക്ക് പോയി വീണ്ടും ഈ ഫോർ ലൂപ്പ് പിന്നെ ഇൻക്രിമെൻ്റ് ആയി ഇത് 1 ആകുന്നു. സോ വാല്യൂ 1 ആവുന്നു. വാല്യൂ 1 ആയതിനു ശേഷം എന്താ സംഭവിക്കുക, ഇഫിലേക്ക് പിന്നെയും കയറുന്നു. ഐറ്റംസ് ഓഫ് i 1, അത് ഇൻഡെക്സിന് വ്യത്യാസമില്ല, ഈ ഐറ്റംസിൻ്റെ ആയി മാറുന്നു. സോ ഇൻഡെക്സ് ചെക്ക് ചെയ്യുന്നു. ഇൻഡെക്സ് ചെക്ക് ചെയ്യുമ്പോൾ 1. അപ്പോൾ 1 ഫസ്റ്റ് ഒന്നാമത്തെ, അതായത് ഇൻഡെക്സ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റിൽ കിടക്കുന്നത് ഈ ഒരു അറയാണ്. അതായത് നോർമൽ കൗണ്ട് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡും ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ്. സോ ഈ ഒരു അറയിലെ ആ ഒരു വാല്യൂ ആയിട്ട് മാച്ചിങ് ആവുമ്പോൾ നോക്കുന്നു. സോ സെക്കൻഡ് വാല്യൂ എന്താ, സിൽവർ. സോ ഈ ഒരു ഇവിടെ നമുക്ക് സിൽവർ കിട്ടി. സിൽവർ ഈസ് ഈക്വൽ ടു റൂൾ വാല്യൂ എന്താ, സിൽവർ. സോ അത് ട്രൂ ആവുന്നു. ഇവിടെ കൗണ്ട് പ്ലസ് ആവുന്നു. സോ കൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ കൗണ്ടിൽ നമുക്ക് 1 വാല്യൂ കിട്ടി. സോ നെക്സ്റ്റ് എന്ന് വെച്ച് നമുക്ക് ആ ഒരു ട്രവേഴ്സ് നിൽക്കാൻ പാടില്ല, കാരണം എത്ര അറേ ഉണ്ടോ അത്ര അറേ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്തത് ചെക്ക് ചെയ്യുന്നു. അടുത്തത് ചെക്ക് ചെയ്യുമ്പോൾ നേരെ ഒന്നുകൂടെ ഇതിലേക്ക് വന്നതിന് ശേഷം അടുത്ത ഒരു അറേ എടുക്കുന്നു, ലാസ്റ്റ് അറേ. അതായത് ഫോൺ കോൾ ഐഫോൺ ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആവുന്നില്ല. ട്രൂ ആവാത്തതിൻ്റെ പേരിൽ തന്നെ ഈ ഒരു ഫോർ ലൂപ്പ് എൻഡ് ആവുന്നു. എൻഡ് ആയതിനു ശേഷം റിട്ടേണിലേക്ക് വന്നിട്ട് കൗണ്ട് എത്രയാണ് തന്നിരിക്കുന്നത് ആ കൗണ്ട് റിട്ടേൺ ചെയ്യും. സോ കൗണ്ട് എത്രയാണ്, 1. സോ ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. സോ അത് ആദ്യം നമുക്ക് തോന്നും ഒരു ചോദ്യം മനസ്സിലാകാത്തായിരിക്കും മെയിൻ കാര്യം. പക്ഷെ ഒന്നുകൂടെ ഒന്ന് നോക്കി അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ചോദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ചോദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് ChatGPT യൂസ് ചെയ്ത് കോഡല്ല ഈ ചോദ്യം മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അതിൻ്റെ റൂട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഈ വേ മാത്രമല്ല എനിക്ക് തോന്നുന്നത്, വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് കുറച്ചുകൂടെ നമുക്ക് ഡൈജസ്റ്റ് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഇത് ഈ ഒരു റോൾ വരുന്നത്. സോ എല്ലാവരും നോക്കുക.
and thank you so much.